കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവരും ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന. ഈശോയെ ഉടമ്പടി എടുക്കുന്നതിലൂടെ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുവാനും അമ്മ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാനും കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേ
അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മുടെ ഭാരങ്ങള് പരിശുദ്ധ മാതാവിന്റെ മുമ്പിൽ സമർപ്പിക്കാം. അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യനാഥ ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ, അതുപോലെ തന്നെ വ്യാധികൾ, അതുപോലെ തന്നെ വ്യഥകൾ, അങ്ങനെ എല്ലാം ഉടമ്പടിയിലൂടെ നമ്മൾ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്നതാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളെയും ഉടമ്പടിയിലൂടെ ദൈവം മനുഷ്യനെ സന്ദർശിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം സിജിമോൾ നെയ്യാറ്റിൻകര, ഞാൻ ശ്രദ്ധിച്ചൊരു സാക്ഷ്യമാണ്. സിജിമോള് എന്താ വിഷയം എന്ന് പറഞ്ഞത്, അവരുടെ ആങ്ങളെ കല്യാണം കഴിക്കണില്ല, അതാണ് വിഷയം. കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിന് തോന്നണില്ല, വയസ്സിങ്ങനെ കയറി കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളികളെ കിട്ടാൻ പാടായിരിക്കത്തില്ലേ. പക്ഷേ ആ മനുഷ്യന് കല്യാണം കഴിക്കാൻ തോന്നണില്ല. എത്രയോ പേര്, സാഹചര്യങ്ങളെല്ലാം കല്യാണം കഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ തോന്നണില്ല. ഇങ്ങനെ വയസ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്, കുറേ വയസ്സായി. ഇതാണ് ഇവളുടെ വ്യഥ, സിജിയുടെ വ്യഥ അതാണ്. അത് വ്യഥയെന്ന് പറയാം അതിനെ. ബൈബിൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബൈബിൾ എന്നല്ല, ഈശോ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈശോ എടുത്ത ആൾക്കാർ വരണത് എല്ലാ വ്യഥകളും. ഇപ്പോൾ 24 നമ്മുടെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4:24 ഒന്ന് വായിക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. മത്തായി 4:24. അവന്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു, എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും
പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പ്രശ്നമാണ് ഈശോ അടുത്ത് കൊണ്ടുവരപ്പെടുന്നത് മനുഷ്യൻ്റെ എല്ലാ സാഹചര്യങ്ങളുമാണ്. എല്ലാ സാഹചര്യങ്ങളും, രോഗങ്ങൾ മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളും. ഇപ്പോൾ വ്യഥകളെന്ന് പറയുമ്പോൾ ഒരു വിഷയം നടക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ വ്യഥകളാകും, ട്രബിളാകും. ഇപ്പം നമ്മുടെ വിസ പ്രോസസ്സിങ് നടക്കണില്ല, അല്ലെങ്കിൽ നമുക്ക് വിസ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തെളിവുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്യും. അപ്പോൾ അത് വ്യഥയാണ്, ശരിക്കും അത് വ്യഥയാണ്. ഈ ദിവസങ്ങളിൽ പൊന്നി എന്നും പറഞ്ഞ് കൊല്ലത്തുനിന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലുണ്ട് പൊന്നിയുടെ സാക്ഷ്യം. അത് വ്യഥയാണ്, അതും ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും, അതുകൊണ്ടാണ് ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പൊന്നി എന്താ പറയണത്? എനിക്ക് ബൈബിളൊന്നും കണ്ടിട്ടില്ലയാണ്, ഉടമ്പടി എടുത്തിട്ടെന്നേ ഉള്ളൂ, എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് കിട്ടി 13 പ്രാവശ്യം 13 അധ്യായം വെച്ച് വായിക്കാൻ എനിക്ക് കിട്ടി. അതാരോ ഏതോ ഒരു യൂട്യൂബിൽ ആരോ അപ്ലോഡ് ചെയ്തതാണ്, ഉടമ്പടിയായിട്ട് ബന്ധമില്ല. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ട് അവർ കയറി വായിച്ച്, പക്ഷെ അതിനുള്ള ഇൻട്രസ്റ്റ് അവർ കാണിച്ച്, ബൈബിൾ കേൾക്കാത്തവരും കാണാത്തവരും അത് വായിക്കാൻ വേണ്ടി, അത് എങ്ങനെ വായിക്കണം എന്നറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ 13 അധ്യായം വെച്ച് വായിക്കാൻ പറഞ്ഞു, 13 അധ്യായം വായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ 13 അധ്യായം വായിക്കും, 13ാമത്തെ അധ്യായത്തിൽ നീ എന്നെ സഹായിക്കണം. അത് ഈശോയുമായിട്ടൊരു നമ്മുടെ ആന്തരിക ഉള്ളിലുള്ള ഒരു ഉടമ്പടിക്കുള്ളിലെ ഉടമ്പടിയാണ്. കാര്യം നമുക്ക് ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ഈശോ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആധ്യാത്മിക ഔത്സുക്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടേണ്ട എല്ലാ സാഹചര്യങ്ങളെ ബൈബിള് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇന്ന സാഹചര്യങ്ങളിൽ ഈശോ ഇടപെടും എന്ന്. ഇന്ന സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കൊളോസ്യസ് 3:11 ആണ് ഉടമ്പടിയുടെ അനുഭവ തലങ്ങളുടെ ഒരു അടിത്തറയെന്ന് പറയുന്നത്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. വായിച്ചോളൂ 3:11. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൊളോസ്യസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ, ഇവിടെ ഗ്രീക്കുകാരനെന്നോ, യഹൂദനെന്നോ, പരിച്ഛേദിതനെന്നോ, അപരിച്ഛേദിതനെന്നോ, അപരിഷ്കൃതനെന്നോ, സിദിയനെന്നോ, അടിമയെന്നോ, സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ആരാധന നിനക്കാരാധന, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ. ആരാധന നിനക്കാരാധന, ഓ ദിവ്യമാ സ്നേഹമേ, പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ സാക്ഷ്യം കിടക്കുന്നത് പൊന്നി ആൻഡ് സോധിയാണ്. രണ്ടുപേരും റിലേറ്റീവ്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു സ്റ്റോളിലെ അവർ ബിസിനസ് പ്രൊമോട്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫീൽഡ് വർക്കൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അവരുടെ കടങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. സോധിയാണെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയ ആളാണ്.
ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയ ആളാണ്. അമ്മയുടെ കൂടെ താമസിക്കണം. അപ്പനും മരിച്ചുപോയി. ഇപ്പോൾ ഒരു ആണായിട്ടും തുണയായിട്ടും ആരും ഇല്ല കൂടെ. പല അത് പറയുന്നുണ്ട്, എനിക്ക് ആരും ഇല്ലെന്ന് പറയുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോഴേ ഒരു ആൾക്കാരുടെ സിറ്റുവേഷൻസ് കണ്ടില്ലേ, അവർക്ക് പറയാനോ. പക്ഷേ അവരോട് ആരോ പറഞ്ഞതാണ് ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇന്നലെ ഉടമ്പടി എന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് അത് എടുക്കാത്തോളം കാലം ക്രിസ്ത്യൻസിൻ്റെ കാര്യം അറിയത്തില്ലല്ലോ. അവർക്ക് പുതിയ കാര്യമല്ലേ. അപ്പോൾ അതേസമയം ഇപ്പോൾ സ്വാതിയും പൊന്നിയും വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവർ പറയണത് ഞങ്ങൾക്ക് അതിന് ശേഷം വല്ലാത്ത ധൈര്യം കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങൾക്ക് അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഒരു ആൻറ്റി പറഞ്ഞു, ഇപ്പോൾ കൃപാസനത്തിൽ പോകാമെന്ന് ഇവർ തീരുമാനിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ ആ തീരുമാനം കറക്റ്റാണെന്നറിയാൻ വേണ്ടി കൺകറൻസ് വന്ന് അടുത്ത ഫോണിൽ ഒരു ആൻറ്റി പറഞ്ഞു, നിങ്ങൾക്ക് കോയിറ്റ് സ്കൂളിൽ 2 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് വേണേ അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പെട്ടെന്നുണ്ടായിരുന്ന ലൈറ്റ്നിങ് സ്പീഡും ഉണ്ട് ഇതിൻ്റെ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത് ഉടമ്പടി എടുത്തു പറഞ്ഞത്? നിങ്ങൾ മാത്രമല്ല, ആഗോളതലത്തിൽ 3 ലക്ഷം പേരോടാണ് ഒരാഴ്ചയിൽ 3 lakhs ആൾക്കാരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഈശോ അഡ്രസ്സ് ചെയ്യണം. ഇതിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ധ്യാനം കൂടുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളെ, ആധികളെ, വ്യാധികളെ, വ്യഥകളെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, കാനായിൽ എന്നതുപോലെ എല്ലാ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണമേ. കൃപ പ്രവർത്തിച്ച് സാക്ഷികളാക്കി മാറ്റണമേ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ 13 ചാപ്റ്റർ വായിക്കണമെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ പൊന്നിയും അതുപോലെ സ്വാതിയും വായിക്കുകയാണ്. ഓരോ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്നറിയത്തില്ല. ഫസ്റ്റ് ടൈം ദേ ആർ ടേക്കിംഗ് ബൈബിൾ, മനസ്സിലാക്കില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യ സമയമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമാണ് നിങ്ങൾ വചനം എടുക്കുന്നുണ്ടെങ്കിലും, കാര്യം വചനം എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നല്ലേ ക്രിസ്മസ് മെസ്സേജ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യ സന്ദേശം കൈമാറുന്നത് എങ്ങനെയാണ്?
സകല മനുഷ്യർക്ക് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 2:30-31. ലൂക്ക 2:30-31 വായിച്ചോളൂ. എന്തെന്നാൽ പറഞ്ഞോളൂ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ശമയോൻ യേശുവിനെ കയ്യിലെടുക്കുമ്പോൾ എന്താണ് കാണുന്നത്? യഹൂദന്മാർക്ക് വേണ്ടിയോ ക്രിസ്ത്യൻസിന് വേണ്ടിയോ ഉള്ളതല്ല ക്രിസ്തു. പിന്നെന്താണ്? സകല മനുഷ്യർക്കും വേണ്ടി. കൈയിടിച്ച് കർത്താവിനെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നു. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്രയും സിമ്പിളാണ്. അതായത് ഇപ്പം സ്വാതിയുടെയും പൊന്നിയുടെയും വിഷയം എന്താണ്? അവർ ഈ മാർക്കറ്റിങ് ഈ ഷോപ്പിൽ നിന്നതുകൊണ്ട് അവിടെ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല. അവർക്ക് തന്നെ കടങ്ങളുണ്ട്, അത് കൊടുക്കാനും പറ്റണില്ല, കടം വീട്ടാനും പറ്റണില്ല, ഭക്ഷണം കഴിക്കാനും പറ്റണില്ല, കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പറ്റണില്ല. ഇതാണ് വ്യഥ എന്ന് പറയണത്. ഇതാണ് വ്യഥ. വ്യഥയാണ് ക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം. രോഗങ്ങളുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്. ജീവിത പ്രശ്നങ്ങളിലൂടെ എന്തുകൊണ്ടാണ് ഞാൻ ജപ്തി നടപടിയുള്ളവരെല്ലാം എല്ലാ ദിവസവും അച്ഛനെ കാണാൻ അനുവദിക്കുന്നു എന്നതാണ്. നമുക്കൊരു ദിവസം 500-600 ഉടമ്പടി നടക്കും. ഇപ്പം ഇതിനകത്ത് ആൾക്കാരെല്ലാം കാണത്തില്ല. കാണുന്ന ആരെയാണ്? മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ കാണും, ഏറ്റവും അർജൻസി ആയിട്ടുള്ള ആൾക്കാരെ കാണും. അതിൻ്റെ രേഖ ഒരു ഓഫീസിൽ കാണിച്ചാൽ കാണാൻ പറ്റും. ഞാൻ എന്താ അത് എടുക്കുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് അത് എടുക്കണേ. എന്താ കാര്യം? അത് അഷുറൻസിലുള്ളതാണ്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കുന്നത് ഇത് വാഗ്ദാനത്തിലുള്ളതാണോ എന്ന് നോക്കും. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ നമുക്ക് അവകാശമുണ്ടാകും. മനസ്സിലായില്ലേ? അതാണ് വിഷയം. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ അവകാശമുണ്ട്. ഇപ്പോൾ വ്യഥകളെ ആശ്വസിപ്പിക്കുന്നത് വാഗ്ദാനത്തിലുള്ളതാണ്. അതിനുവേണ്ടി വാഗ്ദാനങ്ങളുടെ സാകല്യമാണ് ജീസസ്. അപ്പോൾ 1 Corinthians 1:20 വായിച്ച് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സ്തുതിക്കട്ടെ. സകല വാഗ്ദാനങ്ങളാണ് ക്രിസ്തുവിൽ അതെ എന്ന് തന്നെയാണ്. സ്തുതിക്കട്ടെ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. 2 Corinthians 1:20 വായിച്ചോളൂ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അതായത് സകല വാഗ്ദാനം. ഒരു മനുഷ്യൻ്റെ മെയിൻ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, അവൻ്റെ ആത്മീയതയും അവൻ്റെ ഭൗതികതയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ഇൻസെൻറ്റീവാണ് വാഗ്ദാനങ്ങൾ. ഇൻസെൻറ്റീവ് അല്ല, അതൊരു പാക്കേജാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ എന്താ, നിനക്ക് ജോലി പഠിക്കണത് എന്തിനാണ്? നിനക്ക് ജോലി കിട്ടണത് എന്തിനാണ്? പണം കിട്ടണത് എന്തിനാണ്? വീട് വെക്കണത് എന്തിനാണ്? നീ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഈ ബേസിക് നീഡ്സ് എല്ലാം സകല വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്.
ബേസിക് നീഡ്സ് അല്ല മനുഷ്യൻ്റെ. ഇപ്പോൾ ചില പറയല്ലേ സമ്പത്തിൻ്റെ സുവിശേഷമാണ്, അത് സുവിശേഷമല്ല. കുരിശിൻ്റെ സുവിശേഷമാണ്, കുരിശ് സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർക്ക് പറയത്തില്ലേ. പക്ഷെ ഇതെല്ലാം കൂടിയതാണ് സുവിശേഷം. സകല മനുഷ്യരെ ഉദ്ദേശിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ആത്മരക്ഷയാണെന്നുണ്ടെങ്കിലും അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മനുഷ്യൻ്റെ അവസ്ഥകളെയും സുവിശേഷം അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് യേശു എക്കാലവും എല്ലാവർക്കും രക്ഷകനായി ഏത് ദിവസവും അനുഭവവേദ്യമാകണത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. വിശ്വാസം വഴി വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്ന മക്കളെ അഭിഷേകം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. Praise the Lord. ആഖയാൽ രക്ഷ നിന്റെ അധരത്തിലുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് എന്തും മാത്രം ഇപ്പം ആസ്വാദിക്കും, അതുപോലെ പൊന്നിക്കും. എത്ര സിമ്പിളാണ്. അവൾ ഉടമ്പടിയുടെ അകത്തൊരു ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ്? ഞാൻ 13 അധ്യായങ്ങൾ വായിക്കും. 13 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 13ാമത്തെ ദിവസം എനിക്ക് നീ വിസ തരണം. അവളുടെ അവസ്ഥ അതാണ്. എന്താ പ്രശ്നം വെച്ചാൽ പണ്ടിയുടെ പേരൊക്കെ എല്ലാം കുഴപ്പത്തിൽ കിടക്കുകയാണ്. പാസ്പോർട്ട് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കാര്യം നമുക്കറിയാമല്ലോ, പാസ്പോർട്ടിന് ഒരു ഡോർമൻ ടൈം എടുക്കുമല്ലോ എപ്പോഴും. പക്ഷെ അത്രയും ടൈം ഇല്ല. വേറെ ആൾക്കാർ അതിൻ്റെ അകത്ത് കയറിപ്പോവും. സ്കൂളിൽ 2 വേക്കൻസിയാണ്. സ്വിപ്പേഴ്സ് വേക്കൻസിയാണ്, പക്ഷേ നല്ല കാശ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ കടയുടെ അകത്ത് കയറി നിന്ന് വേര് പിടിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല. അപ്പോൾ പിടിവള്ളി കിട്ടിയിരിക്കുന്നതാണ്. ആ പിടിവള്ളിയെ കൂടി പതുക്കെ കയറുമ്പോൾ കർത്താവുമായിട്ട് ഉള്ളിൻ്റെ അകത്ത് ഉടമ്പടിയുടെ അകത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 10:8 ഒന്ന് പറഞ്ഞ റോമ 10:8 പറഞ്ഞോളൂ. വചനം നിനക്ക് സമീപസ്ഥമാണ്. വചനം നിനക്ക് സമീപസ്ഥമാണ്. വചനം നിനക്ക് സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. വിശ്വാസത്തിന്റെ വചനം തന്നെ. ഇപ്പൊ ഒന്നിന് പറഞ്ഞേ, ഒന്ന് വചനം നിനക്ക് സമീപസ്ഥമാണ്. പറഞ്ഞേ, വചനം നിനക്ക് സമീപസ്ഥമാണ്. ദാറ്റ് മീൻസ് വചനം നിനക്ക് സമീപസ്ഥമാണെന്ന് പറയുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനം എന്നല്ല എൻ്റെ അർത്ഥം. വചനം ക്രിസ്തുവാണ്. ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധന. അപ്പനായി തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. എന്താണ്? ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്. അപ്പോൾ ഇതൊരു സങ്കീർണമായ എപ്പോഴും വിഷയം. ക്രിസ്തുവിനെ എങ്ങനെ സങ്കീർണമാക്കാവുന്നതാണ് പലപ്പോഴും പല ആശയവേദികളിലും പഠനങ്ങളും ഡിസ്കഷനും നടക്കുന്നത്. പിശാച് ഇത്രയും സുന്ദരമായ രീതിയിലാണ് ക്രിസ്തുവിനെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. വഴിയരികിൽ വിത്തുകളെ ചില വിത്തുകൾ വഴിയരികിൽ വീണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ലുക്കാൻ്റെ സുവിശേഷത്തിൽ മത്തായി സുവിശേഷം 13:9 തൊട്ടുള്ള വചനങ്ങൾ. ചില വിത്തുകൾ, അത് 1 തൊട്ടുള്ള വചനങ്ങളുണ്ട്. അതിൽ ചില വിത്തുകൾ വഴിയരികിൽ വീണു, പറവകൾ വന്ന് അതിനെ കൊത്തിക്കൊണ്ട് പോയി.
ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. മത്തായി 13:4. മത്തായി 13:4. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. പക്ഷെ അവന് പകരം ഇന്ന് വചനം വിതക്കണത് ആരാണ്? സഭയല്ലേ വിതക്കുന്നത്? അല്ലേ? സഭയല്ലേ വചനം വിതക്കണത്? അപ്പം സഭ വചനം വിതക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ എണ്ണം വഴിയരികി വീഴണത്? അതിൻ്റെ കാരണം ഇവർ സങ്കീർണമാക്കണത് കൊണ്ടാണ്. ക്രിസ്തുവിനെ സങ്കീർണമാക്കി കളയും. ക്രിസ്തുവിനെ സങ്കീർണമായി കഴിയുമ്പോൾ ആർക്കും അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റത്തില്ല. നിങ്ങളതിൽ കടന്നില്ല, മറ്റ് കടക്കാൻ വന്നവരെ നിങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ? ഇത് എല്ലാ കാലങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് എന്തുമാത്രം ഇതിനെ സങ്കീർണമാക്കാൻ പറ്റുമെന്നുള്ളത് സാത്താൻ ഗവേഷണം നടത്തുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ്. വചനത്തെ എന്തുമാത്രം സങ്കീർണമാക്കാം, സാധാരണ ജനങ്ങൾക്ക് ഇത് എങ്ങനെ അപ്രാപ്യമാക്കാം, എങ്ങനെ രക്ഷയെ അട്ടിമറിക്കാം. പക്ഷേ ഇത് സെൻറ്റ് പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ക്രിസ്തു വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. കൈയിടിച്ച് കർത്താവിനെ സ്തുതി. പ്രദാനം ചെയ്യണമേ. നിന്നെ ഞാൻ എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ അത് ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, ജനനത്തീയ പ്രശ്നമുണ്ട്, പേരിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം വന്നിട്ട് പാസ്പോർട്ടിൻ്റെ 1-ാം കൗണ്ടർ 2-ാം കൗണ്ടറിലൊക്കെ ഇവർ റിജക്റ്റ് ചെയ്യും. 1-ാം കൗണ്ടറിലും 2-ാം കൗണ്ടറിലും ഇവർക്ക് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്യും. കാര്യം പേര് രണ്ടും രണ്ടായാണ്. അപ്പം അതുകൊണ്ട് അവർ മനസ്സിൽ അവരുടെ മുമ്പിലുള്ളത് ഉടമ്പടി കാശുരൂപമാണ്. ഉടമ്പടി കാശുരൂപം വിളിച്ചുകൊണ്ട് 1-ാം കൗണ്ടറും 2-ാം കൗണ്ടർ റിജക്റ്റ് ചെയ്ത പാസ്പോർട്ടുമായിട്ട് പാസ്പോർട്ടിൻ്റെ അപേക്ഷയുമായിട്ട് ഒരു 3-ാം കൗണ്ടറിലേക്ക് പോകും. എന്ത് നോൺസെൻസാണ്. സാധാരണ അതായത് ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു പ്രത്യാശയാണ്. ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി കർത്താവ് ഈ വിഷയത്തിൽ സെറ്റ് ചെയ്യുമെന്നുള്ളത്. 3-ാം കൗണ്ടറിൽ ചെന്നപ്പോൾ ഈ 2-ാം കൗണ്ടറുകാരൻ 3-ാം കൗണ്ടർ ഒന്നിച്ചും പറയുന്നത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഇതിനിങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന്. ഉടനെ ഈ 3-ാമത്തെ കൗണ്ടറിലിരിക്കുന്ന ഓഫീസർ പറയണേ ഇങ്ങനെയുള്ള കാര്യമൊന്നും ഇപ്പം നോക്കണില്ല, ഇവർക്ക് ഞാൻ പാസ്പോർട്ട് കൊടുക്കുകയാണെന്ന്. കൈ ഇടിച്ച് കർത്താവിനെ ചൊല്ലി. ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിന് ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് സിമ്പിളാണ്. അതാണ് വിഷയം. അതാണ് ഇത്രയും നേരം പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത്. രക്ഷ നിൻ്റെ ഹൃദയത്തിലുണ്ട്, അധരത്തിലുണ്ട്. ജസ്റ്റ് സ്പെല്ലിറ്റ്, അത്രേ ഉള്ളൂ. നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതലേ നിനക്ക് കൃപ നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. പക്ഷെ അതിന് പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി, കാര്യം കർത്താവ് എപ്പോഴും നിലനിൽപ്പിനെക്കുറിച്ച് പറയും അല്ലേ? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഫലമുണ്ടാകാനും. അവരുടെ ഫലം 15-16 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 15:16. യോഹന്നാൻ 15:16.
നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ഒന്ന് പറഞ്ഞു. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. സോ ദിസ് വിഷയം, അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഓൺലി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ, ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. കർത്താവിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഗ്രഹത്തിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യും. പക്ഷേ അനുഗ്രഹത്തിനൊരു പ്രോബ്ലം ഉണ്ട്. അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ? രണ്ട് കാര്യങ്ങളുണ്ട്. അനുഗ്രഹം അനുഭവേദ്യമാകണം, അല്ലേ? അപ്പോൾ അനുഭവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരണത്. അവിടെയാണ് വിഷയം. അത് അനുഭവേദ്യമാകുക എന്നുള്ളത് ഇപ്പോൾ അനുഭവിക്കാൻ യോഗ്യമില്ലാതിരിക്കുന്നവരില്ലേ? അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ, ആ അനുഗ്രഹത്തിൽ നമ്മൾ നിലനിൽക്കണം, അനുഭവവേദ്യമാകണം നമുക്ക്. അപ്പോൾ അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ കേട്ട വചനം അവർക്ക് അനുഭവപ്പെട്ടില്ല. അനുഭവപ്പെടാതിരിക്കാനൊക്കെ ഇപ്പോൾ ഹെബ്രായർ 4:2 നമ്മൾ ഇടയ്ക്ക് വായിക്കുന്നില്ലേ? ഹെബ്രായർ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അപ്പം വിശ്വാസത്തിൻ്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ കൂടെയാണ്. ഇപ്പം വിശ്വാസമുണ്ടോ, അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം. ദൈവത്തിൻ്റെ പോലെ നമ്മൾ വിശുദ്ധിയാണുള്ള, അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവനായിരിക്കണം എന്ന് പറയണത്. ഇപ്പം നമ്മൾ എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്യത്തില്ലേ? അപ്പോൾ ദൈവം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വേപരിക്കണം. 17:3 ഉൽപ്പത്തി പുസ്തകം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഉൽപ്പത്തി 17:1 സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഈ കുറ്റമറ്റവനായി, അതായത് കുറ്റമറ്റവനായി നിൽക്കാൻ വേണ്ടിയാണ്. കാര്യം വെച്ചാൽ നമ്മളുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യണത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവൻ. ദൈവം ആരാണ്? ഇപ്പോൾ 32-ാമത് സങ്കീർത്തനം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 32:2. ശ്രുതികട്ടെ ഹല്ലേലൂയ. സങ്കീർത്തനം 32:2 കർത്താവ് കുറ്റം ചുമത്താത്തവനും, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അത് ഭാഗ്യവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ പറയും, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താ കാരണം? കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്. എന്താണ്? എല്ലാ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം.
വേർഡ് ഓഫ് ഗോഡ് സകല തലമുറകളോ. ലൂക്ക 1:48. ലുക്ക 1:48. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മൾ ക്രിസ്തുവിലെ ആയിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. ഈ പുതിയ സൃഷ്ടിയാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. 1 കൊരിന്ത്യസ് 5:17 വായിച്ചോളൂ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ്. അവരുടെ അവകാശം ഓഹരിയും എന്താണ്? അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന്. അമ്മ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിലായിരിക്കുന്നുവോ, ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുപേക്ഷമായി ജീവിക്കുന്നുവോ, അവരെ എല്ലാം ദൈവം സകല തലമുറകളും ഭാഗ്യവതി ഭാഗ്യവാൻ എന്ന് പ്രകീർത്തിക്കും. കൈയടിച്ച് കർത്താവിനെ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നുരമ്മേ. അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്, ഈ അമ്മയുടെ ഭാഗ്യം തലമുറകൾ തോറും നിത്യത വരെ അമ്മ ഭാഗ്യവതിയാണ്. ഈ അമ്മ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. എന്താണ് അമ്മ പറയുന്ന സ്പിരിച്വാലിറ്റി? ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവിടേതാകുന്നു. മലയിലെ പ്രസംഗമാണ് സംഭവം. പക്ഷേ ഈ മലയിലെ പ്രസംഗത്തിൻ്റെ വചനം മാംസം ധരിച്ച രൂപമാണ് പരിശുദ്ധ അമ്മ. മലയിലെ പ്രസംഗമാണ് 5:3 വരണത്, അല്ലേ? എന്താ പറയണത്? ഈശോ പറഞ്ഞ ആദ്യം ആത്മാവിൽ പറഞ്ഞ്, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പൊ ശരീരത്തിന്റെ സമ്പത്ത് എന്താ നമുക്കറിയാം. പൊന്ന്, അല്ലേ, പറമ്പ്, എല്ലാം ശരീരത്തിന്റെ സമ്പത്താണ്. ആത്മാവിൻ്റെ സമ്പത്ത് എന്താണ്? ദൈവമാണ് ആത്മാവിൻ്റെ സമ്പത്ത്. ദൈവമാണ് എനിക്കില്ലല്ലോ, ദൈവം എനിക്കില്ലല്ലോ എന്ന് എന്തെല്ലാം കിട്ടിയാലും നേടിയാലും, ജോലി കിട്ടിയാലും, അതുപോലെ തന്നെ നീ വിചാരിക്കുന്ന എല്ലാം നടന്നാലും, പക്ഷേ ദൈവത്തിനെക്കുറിച്ച് നിനക്ക് ദൈവമില്ലല്ലോ. ദൈവമാണ് ഏറ്റവും വലുത്, എൻ്റെ ജോലിയേക്കാൾ വലുത്, എൻ്റെ വീടിനേക്കാൾ വലുത്, അതുപോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കാൾ വലുത് ദൈവമാണെന്ന് തോന്നുമ്പോഴാണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. മനസ്സിലായ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനാണ് ദൈവത്തിൽ അത് അറിവില്ലായ്മ കൊണ്ട് എന്നാണ് ശരീരത്തിൻ്റെ ദാരിദ്ര്യം. വീട്, ജോലി, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. പക്ഷേ ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ദൈവത്തിൻ്റെ ഈ ഈശോ അമ്മയെ സകല തലമുറകളും ഭാഗ്യവതിനെ കീർത്തിക്കുമ്പോൾ അത് തന്നെയാണ് ക്രിസ്തു പറയണത്. എങ്ങനെയാണ്? അമ്മയെ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അവരെല്ലാം തലമുറകൾ തോറും അവർ ഭാഗ്യവതിയാകും. അതായത് ജന്മജന്മാന്തരങ്ങളും ഈ ജന്മത്തിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ദൈവം ഭാഗ്യവാൻ. കാര്യം ദൈവം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നവനാണല്ലോ ഭാഗ്യവാൻ. അതല്ലേ നമ്മൾ 32-ാം സങ്കീർത്തനം 2 കണ്ടത്. ദൈവം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നവനാണ് ഭാഗ്യവാൻ. ദൈവം കുറ്റം ആരോപിക്കാത്തവനാണ് ഭാഗ്യവാൻ. ദൈവം കുറ്റം ആരോപിക്കാതിരിക്കുമ്പോഴേ നമുക്കറിയാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു പക്കാ മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. മരിയൻ സ്പിരിച്വാലിറ്റി ചെയ്യാൻ വേണ്ടത് വചനം മാംസമായതും വചനം മാംസമാക്കിയതും വചനത്തെ വയറ്റിട്ട് വളർത്തിയതും വചനത്തെ വീട്ടിൽ നിർത്തി വളർത്തിയതും വചനത്തെ ലോകത്തിനെ ഏൽപ്പിച്ചതും എല്ലാം അമ്മ എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ സ്പിരിച്വാലിറ്റി, യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു ആധ്യാത്മികതയുണ്ട്. യേശുവിനെ വയറ്റിട്ട് വളർത്താൻ അതിനുള്ള പേയ്മെൻ്റ് എല്ലാം കൊടുത്താണ് അമ്മ. നമ്മൾ ഔഷധപിതാവ് സ്വന്തം ഭർത്താവ് വരെ ഉപേക്ഷിക്കുമെന്ന് കണ്ടപ്പോഴും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ യാതൊരുവിധ കോംപ്രമൈസും അമ്മ ചെയ്തില്ല. വീട്ടിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായ സമയത്ത് അമ്മ അവിടുന്ന് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി. എന്നാൽ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലായാലും ചില സമയത്ത് വചനത്തിൻ്റെ കൂടെ സ്വീകരിക്കുമ്പോൾ ഒറ്റക്ക് നടക്കേണ്ടി വരുമെന്നാണ് അമ്മ നമുക്ക് തരുന്നൊരു പാഠം. എലിസബത്തിനെ സ്വീകരിക്കാൻ പോയത് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരല്ല, ഒറ്റക്കാണ് പോയത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഏതെങ്കിലും സമയത്ത് ഒറ്റക്ക് നടക്കേണ്ടി വരും. അവരുടെ വിശ്വാസം, അവരുടെ ജീവിതം മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ആൻറ്റിമാർക്കോ അങ്ങളമാർക്കോ അയൽവാസികൾക്കോ മനസ്സിലാകണമെന്നില്ല. മറ്റുള്ളവരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് യു കനോട്ട് ലീവ് ഇൻ ആസ് എ ക്രിസ്ത്യൻ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായിട്ട് തുടരാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റിയിലും ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടും അമ്മയെപ്പോലെ. അപ്പോഴും ഏതു സമയത്തും നീ തയ്യാറായിരിക്കണം. എന്തിന് തയ്യാറായിരിക്കണം? ഹൃദയത്തെ സംഗ്രഹിക്കാൻ. ഹൃദയത്തെ സംഗ്രഹിക്കുക. ഞാൻ എന്നും അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന മുഴുവനും ഹൃദയത്തെ സംഗ്രഹിക്കണം. അതാണ് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു മരിയൻ വേർഡിലെ ഒത്തിരി വചനങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനത്തിൻ്റെ മറിയത്തിൻ്റെ മരിയൻ വേർഡെന്ന് പറയുന്നത് ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ്. ഈ നമ്മുടെ ആത്മക്കരുത്ത് നമ്മൾ പ്രാപിക്കുന്നത് ഹൃദയത്തെ സംഗ്രഹിച്ചാണ്. എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ ചില ഷിഫ്റ്റിങ് നടക്കണം വിചാരിച്ചോ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ്. നിങ്ങളുടെ ഇപ്പോൾ ഏജൻറ്റ് ഒരു ഡേറ്റ് പറയും. ഏജൻറ്റുമാർ ഡേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രഷറും ഏജൻറ്റ് പറഞ്ഞ ഡേറ്റും തമ്മിൽ അല്ലേ കണക്റ്റഡ് ആയിരിക്കണത്. ഏജൻറ്റ് പറഞ്ഞ ഡേറ്റിന് സംഭവം നടക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടും, അതില്ലേ? അപ്പോൾ നിങ്ങളോട് പച്ചത്തിരി തിരി കത്തിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പ്രഷറിൽ പ്രാർത്ഥിക്കും. ഇത് മുഴുവനായിട്ട് നിങ്ങൾ ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം. മനസ്സിലായോ? ആരുടെയും വാക്കിൽ അമിതമായി വിശ്വസിച്ചിട്ട് ഒരു കഥയുമില്ല. ദൈവത്തിൻ്റെ വാക്കിൽ മാത്രമേ നമുക്ക് അമിതമായി വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവരുടെ വാക്കിൽ. അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഇളച്ച് കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആദ്യമേ തന്നെ ഇളച്ച് കൂട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രഷർ കുറയ്ക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഡേറ്റുകൾ അവർ പറയുന്ന അഷ്വറൻസിൽ ഓവറായിട്ട് നമ്മൾ ആശ്രയം വെക്കരുത്. അത് ചിലപ്പോൾ നടക്കാം. ചിലപ്പോൾ കടക്കാർ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ നിനക്ക് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു. നീ അത് തരുമോ? തന്നില്ലേ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ തന്നില്ലെന്ന് വരും, ചിലപ്പോൾ തരും. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നിൻ്റെ ഒരിക്കലും ആലോചനകളും എപ്പോഴും നിൻ്റെ ധാരണകളും അതുപോലെ തന്നെ നിൻ്റെ സ്വസ്ഥതകളുമെല്ലാം മനുഷ്യന്മാരുടെ വാക്കിൽ ഇങ്ങനെ വിശ്വസിച്ചു കൊണ്ടാണ്. ഇത് റീഫോർമാറ്റ് ചെയ്യേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ ഒരു ആശ്വാസവും മനുഷ്യന്മാരുടെ വാക്കിലെ വിശ്വസിക്കാതിരിക്കാനും നിന്നിൽ ആശ്രയിക്കാനും എന്നെ അഭിഷേകം ചെയ്യണമേ. നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്.
കൃപമതി എനിക്ക് ഈ ഒരു യാത്രയതിൽ തിരുകൃപമതി എനിക്ക് ഈ ഒരു യാത്രയതിൽ ഈ ഒരു യാത്രയതിൽ തിരുകൃപമതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യന്മാരെ പല വാക്കുകളൊക്കെ പറയും, പക്ഷേ നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ്. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കണമെങ്കിൽ മക്കൾ പഠിക്കണം. ദൈവത്തെ ആശ്രയിക്കുന്നതിലൂടെയാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹം വരണത്. കാര്യം അമ്മയോട് കുറേ വാക്ക് ദൈവം തന്നെ പറഞ്ഞതല്ലേ. മനുഷ്യന്മാരുടെ വാക്ക് പോട്ടെ, ദൈവം തന്നെ അമ്മയോട് കുറേ വാക്ക് പറഞ്ഞതല്ലേ. ഈ പുത്രനെക്കുറിച്ച് അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ രാജാവായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ഇല്ലേ? മംഗളവാർത്തയെ പറഞ്ഞില്ലേ? ഞാൻ എപ്പോഴത് ഓർക്കൂ. അത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ലേ? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ദൈവം തന്നെ വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം മനുഷ്യൻ മനസ്സിലാക്കണം. മനുഷ്യന്മാരുടെ വാക്ക് തന്നെയല്ല, മനുഷ്യന്മാരുടെ വാക്ക് തന്നെ ഇടയ്ക്ക് പാളിപ്പോകുന്നുണ്ട്, മൊത്തം പാളിപ്പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ വാക്കും പ്രഥമ ദൃഷ്ടിയ പാളുന്നതായിട്ട് നമുക്ക് തോന്നും. കാര്യം എന്താണ്? ഈ പുൽത്തൊട്ടിയിലെ ഈ കാലിക്കൂട്ടത്തിനൊക്കെ എങ്ങനെ സംസാരിക്കാൻ ശേഷി ഉണ്ടാച്ചെങ്കിൽ അവർ പറയണ തെറി ഇവർ കേട്ടനുസരിക്കും പറഞ്ഞാൽ. കാലത്ത് കാളയും ആടുമൊക്കെ അല്ലേ പുൽത്തൊട്ടിലുള്ളത്, ഇല്ലേ? അവരാപ്പടെ ഒതുങ്ങിക്കൊടുക്കുക. ഞാൻ ആ പുൽത്തൊട്ടി കയറിയതാണ്. ഒരു മല വീശി നിൽക്കുകയാണ്. ഒരു കുന്നും ചെരുവാണ്. കുന്നും ചെരുവിലൊരു പാറ ഇങ്ങനെ തള്ളി നിൽക്കുന്നു. അതിൻ്റെ ഉള്ളിലാണ് ഈ പുൽക്കൂട് ബെത്ലഹേമിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പാറ പുരാതനമായൊരു പാറയുണ്ട്, കരിമ്പാറ ഇങ്ങനെ നിൽക്കുന്നു. മൊത്തം മുഴുവനും ബെത്ലഹേം മുഴുവനും അന്നും ഇന്നും പച്ചപ്പുല്ല് കൊണ്ട് നിറഞ്ഞതാണ്. ജനവാസം ഒന്നുമില്ല അവിടെയെങ്കിലും. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണെങ്കിലും ഈ ആട് പശു ഒക്കെ എല്ലാം നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഈ മഞ്ഞിൻ്റെ രാത്രിയിൽ അവരുടെ ഉള്ളിലോട്ട് വേറെ രണ്ട് മനുഷ്യർ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നീരസം തോന്നും. അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയുന്ന തോന്നിവാസം ഔഷധപിതാവ് മാതാൻ കേൾക്കാതിരുന്നതാണ്. ഇതൊന്നും സിമ്പിളല്ലെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ജീവിതമൊന്നും അത്ര സിമ്പിളല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഇടയന്മാർ ഒരു പ്രാകൃതരായ മനുഷ്യർ കയറി വരണത്. പ്രാകൃതരായ മനുഷ്യരെ കണ്ടിട്ട് പോലുമില്ല, ഒരു പരിചയവുമില്ല. ലോകം മുഴുവനും എൻ്റെ പരിചയത്തിലാക്കണത് ദൈവം അവരെ സെൻഡ് ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്. മനസ്സിലായ? അല്ലെങ്കിൽ അടുത്തുള്ളവർ പോലും നമുക്ക് അപരിചിതരായി വരും. പ്രാർത്ഥിക്കുക, ദൈവമേ പ്രാർത്ഥിക്കുക. കർത്താവേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ലോകത്തോടും ജീവിതത്തോടും പുതിയ സമീപനം സ്വീകരിക്കാനും ആരും അപരിചിതരല്ല. എല്ലാവരും ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്നവരും എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനമാകയാൽ പരിചിതരുമാണെന്നുള്ള ബോധ്യത്താൽ എന്നെ നിറക്കണമേ, നയിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള വചനത്തിൻ്റെ അന്വേഷണമായിട്ടാണ് ആരും അപരിചിതരല്ല എന്ന വചനത്തിലേക്ക് വരുന്നത്.
മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആരും അപരിചിതരല്ല, ബന്ധുക്കളല്ല, സ്വന്തപ്പെട്ടവരുടെ സഹോദരങ്ങളല്ല. പക്ഷേ അടുത്ത് ഇപ്പോഴ് ഈ പ്രസവ രാത്രിയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാത്ത വ്യക്തികളാണ്. പക്ഷേ അവരെ ദൈവം സെൻഡ് ചെയ്തിരിക്കുകയാണ്, അവർ ദൈവം അയച്ചിരിക്കുകയാണ്. അവർ പറയുന്ന വാക്കുകൾ അതാണ്. നമ്മളോട് പറയപ്പെട്ടതുപോലെ തന്നെയാണ് പുൽത്തൊട്ടി കാണപ്പെടുന്നത്. എന്താണ്? പിളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിയിരിക്കുന്ന ശിശു, ഇവനാണ് രക്ഷകനെന്നാണ്. അപ്പം അവരുടെ വചനങ്ങളിൽ നിന്നാണ് മറിയം താൻ പ്രസവിച്ചിരിക്കുന്ന കുഞ്ഞ് ദിവരക്ഷകനാണെന്നും തന്നോട് ദൈവം പറഞ്ഞ വാക്കുകൾ ഇനിയും കാത്തിരിക്കേണ്ടതാണെന്നും പറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിക്കണത്. തന്നോട് പറഞ്ഞത് എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 1:31. 1:31 ലൂക്കാ സുവിശേഷം. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അട്ടടയന്മാർ പോയപ്പോൾ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? കർത്താവിൻ്റെ വചനം, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനം അവിടത്തേക്ക് നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും ആ വാക്ക് ഇപ്പം നിറവേറണില്ല. അതിന് ഘടകവിരുദ്ധമായിട്ട് ചുമ്മാ ഒരു വഴിയരികിൽ പ്രസവിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്. വചനവും അതിൻ്റെ പ്രയോഗവും തമ്മിൽ നിറവേറണില്ല. കണ്ടില്ലേ? നിറവേറണില്ലല്ലോ. അപ്പം നിറവേറാത്ത സമയങ്ങൾ വരും. അപ്പം നിറവേറാത്ത സമയങ്ങൾ വരുമ്പോൾ നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മുടെ അനുഭവവും തമ്മിൽ നല്ല ശരിക്കും വാളും പരിചയം പോലെ നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോൺട്രഡിക്ഷൻ ഉണ്ടാകും. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് ഈ വിശ്വാസത്തിൻ്റെ കോൺട്രഡിക്ഷൻ അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശിമയോൻ പറയണത്, ഹി വിൽ ബി എ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ. അതായത് അവൻ തർക്കത്തിൻ്റെ അടയാളമായിരിക്കുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 2:34. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. എപ്പോഴും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കുമ്പോൾ ആ പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് മാറുന്ന ട്രാൻസിഷൻ പീരീഡിലാണ് ഈ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് വിവാദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം പ്രഥമ ദൃഷ്ടിയ ദൈവത്തിൻ്റെ വചനം തരുന്ന അഷുറൻസ് നമുക്ക് വർത്തമാനകാലത്ത് ചില സമയത്ത് അനുഭവിക്കാതെ വരും. കാര്യം അവൻ വലിയവനായിരിക്കും എന്നല്ലേ പറയണത്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനം അവിടെ നിന്ന് നൽകുമെന്ന് പറഞ്ഞു കേട്ടിട്ട് അവനെ കൊണ്ട് കിടത്തണത് പുൽത്തൊട്ടിലാണ് കിടത്തണത്. സിംഹാസനമാണ് അപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, പക്ഷേ കിട്ടണത് പുൽത്തൊട്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ ചില സമയത്ത് ഈ ഡൈക്കോട്ടമി വരും. ഡൈക്കോട്ടമിയാണ് ഇത്. നീ ഒരു വിശ്വാസി 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് കടക്കുന്നത് ഈ ട്രാൻസിഷൻ പീരീഡിലാണ്. നീ വിശ്വാസിയാണ്, പക്ഷേ വിശ്വാസത്തിന് പാഠങ്ങളുണ്ട്, ക്ലാസ് കയറ്റങ്ങളുണ്ട്. അത് 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്കും 2-ാം ക്ലാസ്സിൽ നിന്ന് 3-ാം ക്ലാസ്സിലേക്കും വിശ്വാസി പോകുന്നത് ഈ ട്രാൻസിഷൻ പീരീഡ് കൈകാര്യം ചെയ്തിട്ടാണ്. അത് അമ്മ അതെന്താ ചെയ്യണത്? അമ്മയ്ക്കത് മനസ്സിലാവണില്ല. എന്താണ് അമ്മയോട് പറഞ്ഞിരിക്കുന്നത്? അവൻ യാക്കോബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനം നൽകുമെന്നാണ്. പക്ഷേ അമ്മ പ്രസവിച്ച് കിടക്കുന്നതിന് പുൽത്തൊട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അനുഭവം അപ്പം ചില സമയത്ത് നിനക്ക് അനുഭവേദ്യമാകുന്ന വിഷയങ്ങൾ
പലപ്പോഴും നീ പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിരിക്കും. ദൈവപൈതലെ ശ്രദ്ധിക്കുക. നീ പ്രതീക്ഷിക്കുന്ന കാര്യത്തേക്കാൾ ഘടകവിരുദ്ധമായിരിക്കും ചിലപ്പോൾ ഇപ്പോഴും നീ അനുഭവിക്കണത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ഇപ്പോഴും ഇങ്ങനെ അനുഭവിച്ചാലും ദൈവം തന്നോട് പറഞ്ഞ വാക്കുകൾ എപ്പോഴായാലും നിറവേറും. അതുകൊണ്ട് തന്നെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് അതാണ്. എന്താ കാര്യം? ഇപ്പോഴത്തെ എന്നോട് പറഞ്ഞ പോലെ അല്ല ഇപ്പം നടക്കണമെന്നെങ്കിലും അത് നടക്കാതിരിക്കത്തില്ല, നടന്നേ മതിയാവൂ. അപ്പം സത്യസന്ധനാണ്, അപ്പം വാക്ക് പാലിക്കും. അതാണ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രത്യാശ ജീവിക്കണം. കൈ ഇടിച്ച് കർത്താവോട് അനുഭവവും നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ വരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ആൻലിയ സിബി എന്ന് പറഞ്ഞൊരു സാക്ഷി ഉണ്ടായിരുന്നു. ആൻലിയ സിബി ഒരു +2 വിദ്യാർത്ഥിയാണ്, പക്ഷേ വെടികെട്ട് സാക്ഷിയാണ്. അപ്പോൾ +2കാരല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമല്ലോ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആൻലിയ ബ്രില്യൻ സ്റ്റുഡൻ്റാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ഒരു മോളാണ്. അതായത് എന്താ ആൻലിയയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വിദേശത്ത് പഠിക്കണം. +2 കഴിഞ്ഞതേ ഉള്ളൂ. +2 കഴിഞ്ഞെങ്കിലും ആളെ IELTS കവർ ചെയ്ത്, +2 വെച്ച് IELTS കവർ ചെയ്ത്. പക്ഷേ വിസയ്ക്ക് കുറേ താമസം വരുന്നു. അതിനുള്ളിൽ ഒരു കൊല്ലം അങ്ങ് കടന്നു പോകും. ഒരു കൊല്ലം കടന്നു പോകുമ്പോൾ അവളുടെ അമ്മ പറയും, മാതാവ് നമ്മളെ വിളിക്കുന്നുണ്ട്, നമുക്ക് മാതാവ് അങ്ങോട്ട് വിളിക്കേണ്ട മക്കളെ, എന്നാലേ നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ, അത് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അമ്മയും മോളും വന്ന് ഉടമ്പടി എടുക്കും. അമ്മയും മോളും വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവളുടെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു മാനസിക ആ വയസ്സ് നോക്കണം നമ്മൾ. കൊച്ചു കുട്ടിയാണ്. പക്ഷേ അതേസമയം തന്നെ വലിയ വയലാണ് വർത്തമാനമൊക്കെ പറയണത്. പിന്നെ സാക്ഷ്യം വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇടറും. കാര്യം എന്ന് വെച്ചാൽ അവരുടെ പ്രായത്തിൽ ദൈവത്തെ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട രീതി അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ തൊണ്ട ഇടറലാണ്. അപ്പോൾ ഒരു ദിവസം അവൾക്ക് പാസ്പോർട്ടിൽ അവർ ഉടമ്പടി തൈലം പൂശിയിട്ട് പ്രാർത്ഥിക്കും പാസ്പോർട്ടിൽ. ഇതൊക്കെ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിരിക്കണമല്ല കേട്ടോ. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ ഈശോ തോന്നിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്, വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ്. അവരും ഈശോയും തമ്മിലുള്ള സ്വകാര്യമായ വിശ്വാസത്തിൻ്റെ ചില എക്സ്പ്രഷൻസാണ്. അപ്പോൾ അത് മനുഷ്യരുടെ തന്മയത്വത്തിൽ അവർ ചെയ്യണതാണ്. അവർ മനോധർമ്മം അനുസരിച്ച് ഓരോരുടെ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് അവരുടെ മനോധർമ്മമല്ലേ. അവിടെ മനോധർമ്മം പറഞ്ഞ് പാസ്പോർട്ടിൽ ഇങ്ങനെ ഉടമ്പടി തൈലം പൂശിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് സ്മെല്ലടിക്കും, മുല്ലപ്പൂവിൻ്റെ. അതാണ് അവരുടെ വിശ്വാസമാണതേ. ആ വിശ്വാസത്തെ മാതാവ് അക്സെപ്റ്റ് ചെയ്യുമതേ. അപ്പോൾ ഇതെനിക്ക് അമ്മയെ കിട്ടത്തേ ഇല്ലേ ഒരിക്കലും. ഞാൻ എൻ്റെ ദിവസം ഇങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞ് പോകുമോ, ഇവിടെ പഠിക്കാനും പറ്റണില്ല, പുറത്തേക്ക് പോകാനും പറ്റണില്ല. അപ്പം ഞാനിങ്ങനെ നിന്ന് പോകുമോ. എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കയറി പോകണമല്ലോ പഠിച്ച്. നാട്ടിൽ തന്നെ ഉള്ളവരും അവരെല്ലാം ഡിഗ്രി സ്റ്റുഡൻ്റായി പോകുമ്പോൾ ഞാനിവിടെ ഡിഗ്രി എടുക്കാതെ PDC +2 വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിസ കിട്ടത്തേ ഇല്ലേ. അതൊക്കെ ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെയാണ്. അതായത് എന്നിട്ട് ഇവിടെ പാസ്പോർട്ടിൽ ഉടമ്പടി തൈല വേണ്ടിയിട്ട് കുറിച്ചിടും, വിസ പ്രമാണത്തിൽ കുറിച്ചിട്ട് കഴിയുമ്പോൾ സ്മെല്ലാകുമ്പോൾ തന്നെ ഇവർക്ക് ഫീലാവും. കാര്യം എന്താ, അമ്മ എനിക്ക് വിസ തരും, അമ്മ വന്നല്ലോ, ഞങ്ങളുടെ വീട്ടിൽ അമ്മ വന്നില്ലേ. അപ്പോൾ പപ്പയുടെയും ഡാഡിയുടെ മമ്മിനും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വല്ല സെൻറ്റാവെല്ലാം പൂച്ചിട്ടുണ്ടോ, ഇവിടെ ഭയങ്കര മണമാണല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയും ഇല്ല, ഒന്നുമില്ലെന്ന് പറയും. അപ്പോൾ എന്താ സംഭവിച്ചാൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് കൃത്യത വിശ്വസിക്കുന്നു, അമ്മ വന്നതാണെന്ന് വിശ്വസിക്കുന്നു.
അമ്മ വന്നതാണെന്ന് വിശ്വസിക്കുമ്പോഴും അവളുടെ ഒരു പ്രശ്നം, അവൾ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഒരു പ്രശ്നം. ചില ഡേറ്റ് ഹോണർ ചെയ്യും, ചിലത് നമ്മൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും. അതാണ് പ്രശ്നം. നമ്മൾ ഡേറ്റ് വെക്കുക, ചില ആൾക്കാർക്ക് ഇപ്പോൾ ഡേറ്റ് വെപ്പ് കൂടുതലാണല്ലോ. ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും, ഹോണർ ചെയ്യത്തില്ല. എന്നാൽ സത്യസന്ധമായിട്ട് ഡേറ്റ് ഹോണറിങ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഡേറ്റ് ഹോണറിങ്. കാര്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയം ഒരു വിഷയമാണ്. അതേസമയത്ത് ഡേറ്റ് നമ്മൾ ദൈവത്തിന് ഒപ്പിച്ച് ഡേറ്റ് ഇട്ട ഇപ്പം തന്നെ സിജു അതാണത്. അതായത് ഒരു മിനിറ്റ്, സിജിമോളിൻ്റെ സാക്ഷ്യം നമ്മൾ സിജിമോൾ നെയ്യാറ്റിൻകര. സിജിമോൾ എന്താ ചെയ്തിരിക്കണത്? സിജിമോൾ ഉടമ്പടി ചെയ്ത് അങ്ങനെ ഇവിടെ വരണമെന്നോ ഉടമ്പടി ചെയ്യണമെന്നോ ആഗ്രഹമുള്ള ആളല്ല. പക്ഷെ സാക്ഷികളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടായി കല്യാണം കഴിക്കാൻ നിൽക്കണല്ലോ. ചേട്ടായി അമ്പനും ബില്ലിനും അടിക്കണില്ല. എന്താ കാര്യത്തിൽ പുള്ളിക്ക് കെട്ടാൻ തോന്നണില്ല മനസ്സിൽ. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, ചില ലേഡീസിനും ഉണ്ടാവും കല്യാണം കഴിക്കാൻ തോന്നാതിരിക്കും. അവരെല്ലാവരും അങ്ങനെയല്ല. ചിലർക്ക് മാനസികമായിട്ട് ഈ രണ്ടുപേരോട് ജീവിക്കണ പൊരുത്തപ്പെടാൻ പറ്റാത്ത മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അതെല്ലാം മാനസിക പ്രശ്നങ്ങളല്ല. അവർക്ക് കല്യാണം കഴിച്ചിട്ട് എന്തിനാണ്, എങ്ങനെ ഒരുമിച്ച് ജീവിക്കണമല്ലോ, അത് വേണ്ട, അതെന്നൊക്കെ അങ്ങനെയൊക്കെ അതിൻ്റെ അകത്തൊരു തൃപ്തി തോന്നാത്ത ആൾക്കാരുണ്ട്. വിവാഹം കഴിക്കുന്നതിൽ ഒരു തൃപ്തി തോന്നാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട്. അതൊരു സെൻസിബിളായിട്ടുള്ള കാര്യമായിട്ട് തോന്നാത്ത ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ അവിടെ എണ്ണ സമൂഹത്തിൽ കൂടി വരുന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഇയാൾ എന്തിനാണ് കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ വീട്ടുകാർക്കറിയാം ഇവൻ അവസാനം ഒരു ടൈം കഴിഞ്ഞാൽ ആരും നോക്കാനുണ്ടാകത്തില്ലല്ലോ. സത്യം, കല്യാണം കഴിച്ചാൽ പോലും നോക്കാനില്ല. എന്നാലും മക്കൾ നോക്കുന്നുണ്ട് ശരിക്കും, അല്ലേ? മക്കൾ നോക്കുന്നുണ്ട്. മക്കളില്ലാത്ത ആൾക്കാരാണ് ഈ അനാഥാലയത്തിലേക്ക് പോകുന്നത്. മക്കളുള്ളവരും പോണില്ലെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. അത് മക്കളുടെയൊക്കെ ഒരു പ്രത്യേക രീതികൾ കൊണ്ടാണ് മാതാപിതാക്കന്മാരോട് കാണിക്കുന്ന. അവർ ആരും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. രണ്ടുപേർക്കും ജോലിയുണ്ട്. ജോലി പോകുമ്പോൾ ജോലി അപ്പനെ നോക്കി വീട്ടിലിരുന്ന ജോലി പോകും. ചില ആൾക്കാർ ജോലി കളഞ്ഞുകൊണ്ട് അപ്പനെ നോക്കുന്നവരുണ്ട്. ചിലർക്ക് അത്രയും ശമ്പളം ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ സഫർ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇതിന് നമ്മൾ എന്ത് ഉടമ്പടി എടുത്താലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അതിൻ്റെ ഒരു ഡിഗ്രി കോഴ്സിലേക്കൊക്കെ വരുമ്പോൾ വല്ല തറാപ്പറയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് തൽക്കാല വിശ്വാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രിസ്തുവിൽ വളരാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് വരും. അവിടെയാണ് പേയ്മെൻറ്റ് വരണത് പ്രശ്നം. ഇപ്പം തന്നെ കണ്ടില്ല, ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇന്നലെ ഞാൻ ഡീൽ ചെയ്തൊരു കേസാണ്. ഭർത്താവുണ്ട്, അതായത് എന്താ സംഭവിച്ചു ഇന്നത്തെ എന്താ വെച്ചാൽ അവർക്ക് അമ്മ അവരുടെ കൂടെ താമസിക്കുകയാണ്. ഭാര്യയുടെ കൂടെ മകളുടെ കൂടെ അമ്മ താമസിക്കുന്നു. അങ്ങനെ ഭർത്താവും ഭാര്യയും ഭാര്യയുടെ അമ്മയും കൂടി താമസിക്കണം. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങളെയാണെങ്കിൽ 5 പൈസ ഇവളുടെ സ്ത്രീധനം കൊടുത്തിട്ടില്ല. അതേസമയം തന്നെ അങ്ങനെ ഷെയറും കൊടുത്തിട്ടില്ല. അമ്മനെയാണെങ്കിൽ അയാൾ അടിക്കുകയും ചെയ്യും. മകൻ തന്നെ അടിക്കും. അതാണ് വിഷയം. ഇപ്പം മക്കൾ ഉണ്ടെങ്കിൽ, മക്കളില്ലെന്നും പറഞ്ഞൊരു നമ്പരയിലേ ഉള്ളൂ. മക്കളുണ്ടെങ്കിൽ ഉണ്ടെന്നും പറഞ്ഞ് 9 നമ്പർ ഉണ്ടാവും. അതാണ് പ്രശ്നം. അത് പല കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മ മകൻ്റെ തല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടി മകൾ കൊണ്ടുപോകുന്നു. അപ്പോഴെന്നാ ഇവിടെ പ്രശ്നമായി. ഇവിടെ എന്താണ്, മകൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അവൻ മകനോട് പറയണം, നീ പെണ്ണുമ്പിള്ള പറഞ്ഞാൽ കേട്ട് പെണ്ണുമ്പിള്ള അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ നീ ഒഴിവാക്കിയെന്ന് പറയുക. അപ്പോൾ അവന് ഇവിടെ ഭാര്യയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റണില്ല, ഭർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പില്ലേ, അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മയുടെ ഭർത്താവും ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളെ കൊണ്ട് ആക്ക്. അപ്പോൾ ആക്കാൻ അവൾ തയ്യാറല്ല. ഞാൻ പിന്നെ അവളെ കൊണ്ട് തയ്യാറാക്കിച്ച്, അല്ലാതെ പിന്നെ മാർഗ്ഗമില്ലല്ലോ. അവളെ കൊണ്ട് തയ്യാറാക്കിച്ച് നിങ്ങളെ കൊണ്ടേ ആക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകത്തില്ല. ന്യായമായ കാര്യം അതാണ്. വീട്ടിൽ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതേസമയം ഭർത്താവിനെ അവൻ തല്ലും എന്നാണ് പറയണത്. ശരി, എങ്ങനെ നിങ്ങൾ പോലീസിൻ്റെ സഹായം എടുത്തേട്. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ചില സമയത്ത് നമുക്കിത് ഇങ്ങനെ സമൂഹത്തിന് സംവിധാനങ്ങൾ ഉള്ളതിൻ്റെ കാരണം ചില സമയത്ത് നമ്മളത് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് പൗലോസ് അപ്പോസ്തലൻ പോലും ഉപയോഗിച്ചില്ലേ. പോലീസിനെയും പട്ടാളത്തിനെയും കോടതിനെയും എല്ലാം ഉപയോഗിച്ച ആളാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പം ചില സമയത്ത്
ക്രിസ്തു ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ഇതെല്ലാം നമുക്ക് മസ്റ്റായിട്ട് വരും, കൂടുതൽ മസ്റ്റായിട്ട് വരും. അത് ഉപയോഗിക്കണമെന്നല്ല, ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉപയോഗിക്കണമെന്നല്ല. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരത്തില്ലെന്നല്ല, കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഞാനത് കൊണ്ട് തീരുമാനമെടുപ്പിച്ച് വിട്ടു. 5 മിനിറ്റ് നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ആ 5 മിനിറ്റിലുള്ള ആ സംഭവത്തിൽ തീരുമാനമായി. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകുന്ന ഒരു ക്രോസ്, ഇത് ഇപ്പോൾ എല്ലാവർക്കും കുരിശാണ്. അങ്ങോട്ട് തിരിഞ്ഞാലും കുരിശ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അമ്മനെ വിട്ടാലും കുരിശാണ്, അമ്മനെ നിർത്തിയാലും കുരിശാണ്. അതാണ് വിഷയം. അമ്മയെ നിർത്തിയിട്ട് ഇവക്കിട്ട് അമ്മ തലമുണ്ട്, അതാണ് വിഷയം. അമ്മ ഒരു പ്രത്യേക ടൈപ്പ് സംഭവമാണ്. ആടി പാർസൽ കൊടുക്കും മകളുടെ ഔദാര്യത്തിൽ താമസിക്കണമെന്നൊരു ഒരു കഥയുമില്ല. ഭർത്താവ് നിർത്തിക്കൊണ്ട് മകൾക്കിട്ട് അടിക്കും അമ്മ. അപ്പോൾ ഇങ്ങനെ അപ്പം നിർത്തിയാലും കുരിശ്, മറഞ്ഞു വിട്ടാലും കുരിശ്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഡിഗ്രി ക്ലാസ്സാണിത്. ഇതിൻ്റെ അകത്തെല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് പറഞ്ഞില്ലേ? എല്ലാം നമുക്ക് മനസ്സിലാക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ പേയ്മെൻ്റ് ഇല്ല, നിത്യതയിൽ പേയ്മെൻ്റുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഹെവി സബ്ജക്റ്റായിരിക്കും. ഹെവി സബ്ജക്റ്റാണ്, അതിൻ്റെ പേയ്മെൻറ്റ് നിത്യതയിലാണ്. അതനുസരിച്ചുകൊണ്ട് മറിയം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ എന്നോട് പറഞ്ഞത് എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിന് സിംഹാസനം തരുമെന്നാണ് അപ്പ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ കിടക്കുന്ന കാര്യത്തൊഴുത്തിലാണ്. ആ വചനം വിശ്വസിച്ചിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ അനുഭവിക്കണത് ഭയങ്കരമായ പ്രക്ഷുബ്ധതയിലാണ് ഞാൻ അനുഭവിക്കണത്. പക്ഷേ അമ്മ എന്തുകൊണ്ടാണ് ഫൈറ്റിങ്ങിന് പോകാത്തത്? അവിടെയാണ് വിഷയം. ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ക്രിസ്തു പാഠങ്ങളുടെ ഡിഗ്രി ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാക്ടിക്കലാണ് എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ്, ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ, ക്രിസ്തു എന്ന് പറയുന്നത് നിത്യതയും കവിഞ്ഞ് കിടക്കുന്ന വലിയ നമ്മുടെ രക്ഷാകരമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ പേയ്മെൻറ്റ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്താ? വിശ്വാസം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ കണ്ടില്ലേ, അവൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം സത്യം. അവൾ എന്തുമാത്രം സഹിച്ചിട്ടാണ് അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴവളുടെ ലൈഫ് ഭർത്താവ് ആയിട്ട് അവൾ പിരിയാൻ പോകുന്ന കണ്ടീഷൻസ് വന്നുകൊണ്ടാണ് ഞാൻ അമ്മയെ തിരിച്ച് അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാര്യം അവർ മാതാപിതാക്കന്മാർ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈശോയുടെ ഒരു ലൈൻ അതാണ്. കാര്യം ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ്, അമ്മയുടെ വീട്ടിൽ കൊണ്ട് ആക്കണമെന്ന് തന്നെയാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനാണ്. മനസ്സിലായില്ലേ? ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും ജീവിതത്തിൽ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാവിനതുണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്ത് ചെയ്ത്? 2:19 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയബന്ധിതമായി ഇടപെടുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ലൂക്ക 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ എന്താ ചിന്തിച്ചത് മറിയം എന്താ ചിന്തിച്ചതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. പരിശുദ്ധ എലിസബത്തിനെ കണ്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറഞ്ഞത് എന്താണ്?
ലൂക്ക 1:45. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോഴും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണ്? കർത്താവ് പറഞ്ഞതാണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. കർത്താവ് പറഞ്ഞതാണ് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്ന്. കർത്താവ് പറഞ്ഞതാണ് ദാവീദിന്റെ സിംഹാസനം അവന് നൽകുമെന്ന്. ഇത് ഇപ്പം നൽകുന്നില്ലെങ്കിലും ഒരിക്കലും നൽകപ്പെടുകയല്ലെന്ന്, ഇത് നൽകാൻ പോകുന്ന കാര്യമാണ്. കർത്താവ് നിങ്ങളുടെ അരുളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അച്ഛനിലൂടെ എന്താ ഈശോ സംസാരിക്കണമെന്ന് അറിയത്തില്ലേ? ചില അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കത്തില്ല സംഭവിക്കുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോകരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വിഷയത്തിന്, ഇപ്പോൾ അവൾ അലിയ ചോദിക്കുന്നത് എന്താണ്? എനിക്ക് ജനുവരി ഇൻടേക്കിനാണ് പോകേണ്ടത്. ജനുവരി ഇൻടേക്കിന് വിട്ടില്ലെങ്കിൽ അവൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിസ പ്രോസസ്സിങ് നടന്ന് അവളെ കിട്ടും. അതിനാണ് പാസ്പോർട്ടിൽ തൈലം തേച്ചപ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഉണ്ടായത് തരുമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ തരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവളെ കിട്ടിയില്ല. കിട്ടാതെ അപ്പോൾ ഇവൾ പെട്ടെന്ന് സങ്കടപ്പെടുന്നുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴേ അവളുടെ അപ്പനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പന് അന്ന് മുതൽ പിറ്റേ ആഴ്ച മുതൽ വചനം വായിക്കാൻ തുടങ്ങി. അപ്പന് വചനമൊക്കെ ഇഷ്ടമാണെങ്കിലും വചനം വായിക്കാറില്ല. അപ്പൻ സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വചനം വായിക്കാൻ തുടങ്ങി. കാരണം ഉടമ്പടിയിലുള്ളതാണല്ലോ വചനം, അരമണിക്കൂർ വചനം വായിക്കണമല്ല. അപ്പന് ഉടമ്പടിയുടെ ഭാഗമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമെന്നല്ലാതെ മകളുടെ ആനുകൂല്യങ്ങളിൽ നമുക്ക്, അനുഗ്രഹത്തിലും ശമ്പളത്തിലും നമുക്ക് പങ്കാളിത്തം വേണം. മകളുടെ ആത്മീയതയിൽ നമുക്ക് പങ്കാളിത്തം ഇല്ല. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? മകൾ ഇവിടുന്ന് പോയി യൂറോപ്പിൽ പോയി പഠിച്ച് അവളവിടെ ശമ്പളം കിട്ടി. അവൻ്റെ ശമ്പളം അപ്പം ഒപ്പിട്ട് മേടിക്കും. പക്ഷേ ഇവളുടെ ആധ്യാത്മികതയിൽ അത് നിങ്ങളാരെങ്കിലും ചെയ്തേക്കണം. അതാണ് ഇവിടുത്തെ എല്ലാ പുരുഷന്മാർക്കും വന്നിരിക്കേണ്ട ഒരു അബദ്ധം. ഭാര്യമാരൊക്കെ ഉണ്ടതൊക്കെ ഇങ്ങനെ സംഭവമൊക്കെ ചെയ്യുക, അവരൊന്നും ചെയ്യത്തില്ല. അവർ ചെറിയ സ്മോളൊക്കെ അടിച്ച് അങ്ങനെ കറങ്ങിയൊക്കെ നടക്കും. അത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പന് പക്ഷേ ഇത് മനസ്സിലായി, താൻ കൂടി ഇതിൻ്റെ അകത്ത് വരാതെ ഇനി ശരിയാകത്തില്ലെന്ന്. പുള്ളിക്കാരൻ അപ്പോൾ ഇവരാരും പറയാതെ തന്നെ സ്വന്തമായിട്ട് ഉടമ്പടി ഭാഗമായിട്ട് വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. വചനം പുള്ളിക്കാരൻ വായിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ സ്മെല്ല് സുഗന്ധപൂരമായ വീട് മുഴുവൻ നിറയ്ക്കാൻ തുടങ്ങി. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അനുഭവിക്കാൻ തുടങ്ങി. അന്ന് രാത്രി 3 മണിക്ക് വിസ അടിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സമയബന്ധിതമായി ഇടപെടുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി
മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അതായത് എന്താണ് എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. എന്നുവെച്ചാൽ ഉഭയകക്ഷി, രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറാണ് ശരിക്കും. അടുത്ത നീ ഒരു കക്ഷിയാണ്. നിന്നെ എന്നെയും കക്ഷിയാക്കാൻ ദൈവത്തിന് യാതൊരു സാധ്യതയില്ലാത്തതാണ്. എന്നിട്ടും ദൈവം നമ്മളെ കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അതൊരു മാറ്റർ ഓഫ് ഇൻറ്റിമസിയാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണമെന്ന ബോധം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിലും എല്ലാം ആ ബോധം നിലനിർത്തണം. ഞാൻ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തയാളാണ്. ഇപ്പോൾ ഒരു കോതമംഗലത്തെ ചേട്ടനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഇന്ന് വെളുപ്പിനെയാണ് ഞാൻ നോക്കിയത്. ആ ചേട്ടായി ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രങ്ങളിൽ പോണതാണ്. അങ്ങനെയുള്ള പ്രശ്നം ഭയങ്കര പുകവലിയാണ്. ഇപ്പോൾ പുകവലിയൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചല്ലേ, ഇപ്പോൾ പുകവലി ഇല്ല. ഇപ്പോൾ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് നടക്കുകയില്ല ആൾക്കാർ. ചെറുപ്പക്കാരാണ് അത് ഒട്ടിച്ച് നടക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ചേട്ടായിക്ക് ഇത് നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇവിടുന്ന് പോയിട്ട് വലിക്കാൻ അദ്ദേഹം മറന്നുപോയി. കോതമംഗലത്ത് ചെന്നപ്പോഴാണ് വലിക്കാൻ ഓർത്തത്. ഇടയ്ക്ക് ഇവിടെയൊക്കെ ശരിക്കും പോച്ച് പുകയും വിട്ടു പോണ പാർട്ടിയാണ്. ഇടയ്ക്ക് മറന്നുപോയി. കോതമംഗലത്ത് ചെന്നപ്പോൾ ഓർത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായ ഒരു സങ്കടം തോന്നി. പുള്ളി 2 പുക വിട്ടേച്ചും സിഗരറ്റ് ഒടിച്ച്. പുള്ളി പറഞ്ഞത്, ഇന്ന് വരെ ഞാൻ പലയിടത്തും പോയി ധ്യാനിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അവിടെ വെച്ച് ഒഴിവാക്കും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. പക്ഷേ ഇപ്പോൾ എത്രയോ നാളുകളായി ഞാൻ ഇന്ന് വരെ അത് എടുത്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ദൈവം നിൻ്റെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം, എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പറയണത്, ദൈവം നമ്മുടെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം ചിലർക്കുണ്ടാകത്തില്ല. ചിലർക്ക് സാങ്കേതികമായിട്ട് അവിടെ പോയി കുത്തി, ഇവിടെ പോയി കുത്തി, അവിടെ പറഞ്ഞ് ഇവിടുന്ന് അത് മേടിച്ച് അവിടുന്ന് ഇത് മേടിച്ചൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ന്യൂമറിക്കലായിട്ടും സാങ്കേതികമായിട്ട് ഉടമ്പടി ചെയ്ത് പോകുന്നവരുണ്ട്. അവരെ ഞാൻ പറഞ്ഞ വിളിക്കാൻ തേക്കാൻ മിക്കവർക്കും പണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ അറിയണം, ബോധം ഉണ്ടാകണം, എവിടെയാണ് വന്നിരിക്കുന്നത്, എന്താണ് ചെയ്യണത്, ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണ്. ഞാൻ ദൈവമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നതുപോലെ എൻ്റെ ജീവിതം പച്ചപിടിക്കാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ എൻ്റെ ഒരു കഴിവില്ല, അത് നീ നിൻ്റെ കൃപയിൽ എനിക്ക് ചെയ്തു തരണം. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം, ഞാൻ ചെയ്തോളാം. ഇതെല്ലാം നീ ദൈവമായിട്ട് ആ ഉടമ്പടി നിലനിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം നീ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പാലിക്കണം. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആ മനുഷ്യൻ പുകവലി അവസാനിപ്പിച്ചെന്ന് പറയണം. അപ്പോൾ പുകവലിയുടെ ആനുകൂല്യങ്ങൾ ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ, എനിക്ക് ബോറടിക്കുമ്പോഴും എന്തെങ്കിലും മനസ്സസ്വസ്ഥ വരുമ്പോഴും 2 പുക വിട്ടാലല്ലേ എനിക്ക് സമാധാനമുള്ളൂ. ഇപ്പോൾ ഞാൻ അത് എൻ്റെ വലിയ ആനക്കാര്യം ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് സിഗരറ്റിനെക്കുറിച്ചൊരു വേദന തോന്നിയാൽ നീ അത് ഉപേക്ഷിച്ചിട്ടില്ല ഒരിക്കലും. നിനക്ക് സന്തോഷം ഉണ്ടാകണം. എന്തെങ്കിലും ക്രിസ്തുവിന് വേണ്ടി, ഇപ്പോൾ തെറ്റായ ഒരു ബന്ധത്തിലാണ്, പ്രണയബന്ധമാകാം, അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് സ്ത്രീകളുമായിട്ടുള്ള പുരുഷന്മാരുള്ള ബന്ധമാകാം. പക്ഷേ നീ അത് ഉടമ്പടിയിൽ ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് സന്തോഷത്തോടെയാണ് നീ ഉപേക്ഷിക്കേണ്ടത്. അല്ലാതെ അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് ഉടമ്പടി കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്നെ പഴയതുപോലെ അക്കൗണ്ട് തുടങ്ങിയേക്കാവുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഉടമ്പടിയിലല്ല. നീ വന്ന് വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിച്ചിരിക്കുകയും ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നീ ഇതൊക്കെ ചിലപ്പോൾ നിനക്ക് ചുറ്റിക്കളി ഔട്ട് പോസ്റ്റും അതുപോലെ തന്നെ സ്റ്റെപ്പിനെയൊക്കെ ഉണ്ടാകുന്ന പാർട്ടിയാണെങ്കിൽ വിചാരിച്ചോ. അപ്പം നീ വിചാരിക്കണം 90 ദിവസം വരെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ നിൽക്കാം, അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പല കലാപരിപാടി തുടങ്ങാം എന്നൊക്കെയാണെങ്കിൽ നിനക്ക് ഉടമ്പടി നീ ചെയ്യുന്നില്ല. അതാ മനസ്സിലാവും. നീ ഉടമ്പടിയിലല്ല നീ. കാരണം ദൈവത്തിനെ പറ്റിക്കാവുന്ന നേരത്തെ, അപ്പം നിൻ്റെ മനസ്സ് ദൈവത്തിന് അറിയാമല്ലോ, പറ്റിപ്പാണ്, ഉടായ്പം കൊണ്ട് വന്നിരിക്കുകയാണ്, തൽക്കാലം കൈ കാണിക്കാനുള്ള പറ്റിപ്പഴപ്പം പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ വന്ന് പണി മേടിച്ച പോലെ ഇരിക്കും. എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾ ആലപ്പുഴ വന്ന് പണി മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വീട്ടിലിരിക്കാൻ പറ്റേ. അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യുകയാണെങ്കിൽ കർത്താവിനൊരു സന്തോഷത്തെ, അതാണ് സന്തോഷത്തോടെ 13 അധ്യായം. എന്ത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അത് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിനക്ക് സന്തോഷമുണ്ടാകണം. മനസ്സിലായില്ലേ?
നീ എന്തെങ്കിലും പാപകരമായോ അല്ല കാര്യങ്ങൾ ദൈവത്തിന് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നിൻ്റെ കയ്യിലുള്ളത് ദൈവത്തിന് വേണ്ടി നീ വേണ്ടെന്ന് വെച്ചാൽ, ഒഴിവാക്കിയാൽ, നിനക്ക് നിരാശയോടെ സങ്കടത്തോടെയാണെങ്കിൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? സന്തോഷത്തോടെയാണ് ചെയ്യേണ്ടത്. അത് സന്തോഷത്തോടെ ചെയ്താലേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സങ്കടത്തോടെ, കാര്യം ഒരു യുവാവിന് ഭയങ്കര ധനമുണ്ടായില്ലേ, അപ്പോൾ അത് വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ സങ്കടത്തോടെ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് സന്തോഷമോ സങ്കടമോ ഉണ്ടാകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സന്തോഷത്തോടെ പോയി. 13-ാം അധ്യായം ശ്രദ്ധിക്കട്ടെ. മത്തായി ശ്ലീഹ 13:44 വായിച്ചോളൂ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്കു തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഈ വയൽ വാങ്ങിയ ആൾക്കാരാണ് അഭിഷേപിതാവും മാതാവും. മനസ്സിലായില്ലേ? തനിക്കുള്ളതെല്ലാം വിറ്റ്, അവർ വിൽക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സംഭവമൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നതാണ്. അവിടെ നാട്, അവിടെ വീട്, പ്രസവിക്കാൻ നല്ലൊരു ഇടം, അവിടെ അമ്മയുടെ പരിചരണങ്ങൾ, അന്നമ്മയുടെ പരിചരണങ്ങൾ, ഇങ്ങനെ കുറേ കാര്യം മാതാവ് വിറ്റിട്ടുണ്ട്. മാതാവ് ഈ പുൽത്തൊട്ടിയിൽ ഉണ്ണീശയുമായിട്ട് പെറ്റ് കിടക്കുമ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതാ വിറ്റ ദൈവരാജ്യത്തിൻ്റെ ആദ്യ പൈതലാണ്. കൈയിട്ടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ദൈവവുമായിട്ട് നീ ഉടമ്പടി ചെയ്തതിൻ്റെ പേരിൽ നീ വെച്ചനുഭവിച്ചിരുന്ന എന്തെങ്കിലും സുഖങ്ങളോ സന്തോഷങ്ങളോ നീ അത് വേണ്ടെന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ മാത്രമേ ചെയ്താൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് വിഷയം. മനസ്സിലായില്ലേ? ദുഃഖത്തോടെ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരു ധനിയ യുവാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ യേശു, അവൻ ദുഃഖത്തോടെ തിരിച്ചു പോയെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ 18:22. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു. കാരണം അവൻ വലിയ ധനികനായിരുന്നു. അപ്പം അവന് വ്യസനമുണ്ടായി. അപ്പം നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ, ചിലപ്പോൾ കൂട്ടുകെട്ടായിരിക്കാം. അപ്പം നിങ്ങളെന്താണ് ഉടമ്പെടുക്കാൻ ഇത്രയും നാൾ താമസിച്ചത്? കൂട്ടുകാരെ വിടാഞ്ഞ കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആലപ്പുഴ പോകണമെങ്കിൽ ഉടമ്പെടുക്കാൻ പോകണമെന്ന് പറയാൻ പാടും. ആ തട്ടിപ്പ് ധ്യാന കേന്ദ്രത്തിൽ പോയി കാണാം, നീ യൂട്യൂബ് കേട്ടാ എന്ന് പറയും. അപ്പോൾ കൂട്ടുകാരെ പിടിച്ച് നിർത്തുക. ഇവിടെ വരുമ്പോഴേ നിനക്ക് അറിയത്തുള്ളൂ എന്താ ഇവിടെ നടക്കണമെന്ന്. ഇവിടെ വരുന്നത് വരെ നിന്നെ പിശാച് പിടിച്ച് നിർത്തും. അത് തട്ടിപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പിശാച് ആദ്യകാലം പോലെ പറയണതല്ലേ, ദൈവം നിന്നെ തട്ടിച്ചതാണ്, നീ ഈ പഴം കഴിക്കുകയാണെങ്കിൽ നിനക്ക് മെച്ചമുണ്ടാവുമെന്ന് ആദ്യകാലം പോലെ ഒന്നേ കൂട്ടുകാരിലൂടെ, അല്ലെ ഗ്രൂപ്പിലൂടെ, അല്ലെ ബന്ധുക്കളിലൂടെ, അല്ലെ സ്വന്തപ്പെട്ടവരിലൂടെ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിലൂടെ. അപ്പോൾ നീ ഇപ്പോൾ ഇനി ആത്മീയതയിലേക്ക് പോകുകയാണല്ലേ, അപ്പോൾ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ ഇപ്പോൾ ആത്മീയതയ്ക്ക് ഉടമ്പടി എടുക്കുമ്പോൾ പിന്നെ ഉപവാസം ഉണ്ടാകും, ശാരീരികമായ ബന്ധങ്ങൾക്കൊക്കെ എല്ലാം പരിമിതി ഉണ്ടാകുന്ന ഭർത്താവ് വിചാരിക്കണത്. ആ ഒറ്റ കാര്യം കൊണ്ട് ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. ഉടമ്പടി തന്നെയല്ല, ധ്യാനം പോലും കുടിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഉടമ്പടിയുടെ പരിധി വരുന്ന വിഷയങ്ങളല്ല. കുടുംബജീവിതം പോലെ അങ്ങോട്ട് പോകും. അതൊക്കെ തെറ്റിദ്ധാരണ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഈസിയായിട്ട് സൗജന്യമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിസ്തുവിന് തോന്നണം നമ്മൾ സീരിയസ് ആണെന്ന്. നമ്മൾ ഈ വിഷയത്തിൽ സീരിയസ് ആണെന്ന് ക്രിസ്തുവിന് തോന്നുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നടപടിക്രമങ്ങൾ ഉണ്ടാകണം. അതാണ് വിഷയം. എന്തെങ്കിലും പേയ്മെൻറ്റ് വേണം.
എന്തെങ്കിലും പേയ്മെൻറ്റ് നീ എന്ത് കൊടുത്തു എന്ന് ചോദിക്കത്തില്ലേ? കർത്താവിൻ്റെ വചനം നീ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ അതിനെന്താണ് നീ കൊടുത്ത പേയ്മെൻറ്റ്? കാര്യം ഇത് പേയ്മെൻറ്റ് സീറ്റാണ്. കാര്യം നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊറിന്തോസ് 6:20. 1 കൊരിന്ത്യർ 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു കാലമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി തമ്മിൽ ആലോചിക്കാതെ പറ്റത്തില്ല. ഒരു ഏകപക്ഷീയമായിട്ട് ഞാൻ ഭർത്താവിൻ്റെ അവകാശം നിഷേധിക്കുമെന്ന് ഭാര്യയ്ക്ക് പറയാൻ അവകാശമില്ല. ഏകപക്ഷീയമായിട്ട് ഭർത്താവിനും പറയാൻ പറ്റുന്നില്ല. ഞാൻ ശരിക്കും ഒത്തിരി ഭാര്യമാർ എൻ്റെ അടുത്ത് വന്നത് ഭർത്താവിനോട്, ഞാൻ ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടവകയിലെ ഭാര്യമാരൊക്കെ വന്നതിനെ കണ്ടിട്ട് ഞാൻ ഭർത്താവിനോട് സംസാരിക്കുക, ഞങ്ങൾക്ക് തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിട്ട് വർഷങ്ങളായി, മാസങ്ങളായി, എന്താണ് പ്രശ്നമെന്ന് അയാൾ പറയണില്ല എന്ന് പറയും. എൻ്റെ വായിൽ നിന്ന് എന്തോ പൊട്ടത്തരം വന്നെന്നാണ് അയാൾ പറയണത്. പക്ഷെ അതൊന്നുമല്ല കാര്യമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വരാൻ കാര്യം, ഈ ദൈവത്തെ ശരീരത്തെ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അത് ചിലപ്പോൾ ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അതിന് പരസ്പര ധാരണ വേണം. ഭർത്താവ് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഭാര്യ അംഗീകരിക്കണം. ഒരാൾക്ക് മാത്രമായിട്ട് അപ്പോൾ കൂദാശയിൽ നിങ്ങളെ ഒരു ശരീരമാക്കിയിരിക്കണ ദൈവമല്ലേ? ദൈവം തന്നെയല്ലേ ഒരു ശരീരമാക്കിയത്? ആ ദൈവം നിങ്ങൾ രണ്ടാക്കത്തില്ലല്ലോ. അപ്പോൾ ശാരീരികമായ വിഷയങ്ങൾ കൂദാശ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ധാരണ എത്തിയാൽ, അങ്ങനെ ഒരു വചനമുണ്ടല്ലോ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 കൊറിന്തോസ് 7:4-5. 1 കൊരിന്ത്യർ 7:4-5. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല അവനെയല്ല ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. അപ്പോൾ ഇതാണ് വചനത്തിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഭർത്താവും ഭാര്യയ്ക്കും വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക്, പല 90 ദിവസമോ അല്ല ഒരു സമയം എടുത്ത് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. അതിന് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നാണ് വചനം പറയണത്. അപ്പോൾ അത് പക്ഷേ അതിന് മ്യൂച്വൽ കൺസേൺ വേണം, അതിന് പരസ്പര ധാരണ വേണം അതിന്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞതാണ്. ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം കയറി വരേണ്ട കാര്യമില്ല. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വാട്ട് ഈസ് അവർ പോയിന്റ്? അവർ പോയിന്റ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണല്ലോ ഇവിടുത്തെ വിഷയം. അമ്മയുടെ ഹൃദയത്തിൽ സംഗ്രഹം എന്ന് പറയുന്നത് സന്തോഷമായിരുന്നു എന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറയണത്, അല്ലാതെ നിരാശയല്ല. ഈ ഇടയന്മാർ പ്രാകൃതരായ മനുഷ്യർ, പരിചയമില്ലാത്ത മനുഷ്യർ, ബന്ധുക്കളല്ലാത്തവരെ കണ്ടെങ്കിലും അമ്മയ്ക്കുള്ളിൽ സന്തോഷമാണ്. കാര്യം എന്താണ്? അപ്പൻ പറഞ്ഞ വാക്ക് ഇപ്പം പാലിക്കുന്നില്ലെങ്കിലും അപ്പൻ അത് ഭാവിയിൽ പാലിക്കുമെന്നുള്ള സന്തോഷമാണ്. തൻ്റെ കാര്യം അതിൻ്റെ പേരിലാണ് തനിക്കുള്ളതെല്ലാം അമ്മ വിറ്റത്. സ്വന്തം വീട്, സ്വന്തം നാട്, സ്വന്തം ബന്ധുക്കളെ പ്രസവിച്ച് കിടക്കാനുള്ള സുരക്ഷിതമായ ഇടം കൊടുത്തിട്ട് അമ്മ നിരാശയോടെ അല്ല പോകുന്നത്. ഓരോ വീട്ടിലും നാട്ടിലും ചെല്ലുമ്പോൾ അമ്മയ്ക്ക് സത്തത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ലഭിക്കാത്ത ഇല്ലായ്മയ്ക്ക് അമ്മയ്ക്ക് സങ്കടമില്ലായിരുന്നു എന്നാ പറയണം. എന്താ കാര്യം? അമ്മ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സന്തോഷത്തോടെയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എന്താ സഹോദരങ്ങളെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഉടമ്പടി പ്രകാരം നിങ്ങൾക്കൊരു ഈടരവോ കുറവോ എങ്കിലും വന്നാൽ അത് സന്തോഷത്തോടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ വചനത്തിൽ ചില കാര്യങ്ങൾ ഷിഫ്റ്റിംഗ് വരും.
ഇപ്പം ചിലപ്പോൾ നടക്കണില്ല എന്നുണ്ടെങ്കിലും അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇപ്പം നടക്കണില്ലെന്നേ ഉള്ളൂ, അപ്പോൾ അത് നാളെ നടക്കാം. അതാണ് അമ്മയുടെ ഹൃദയത്തിൽ സംഭവിക്കാൻ കാരണം. ഉടമ്പടിയിൽ ഇങ്ങനെ വരും, ഇപ്പം നടക്കില്ല, പക്ഷേ എനിക്ക് അവളുടെ അതായത് സിജിമോളിൻ്റെ സാക്ഷിയില്ലേ, സിജിമോളുടെ സാക്ഷ്യത്തിൽ ഉണ്ടാകുന്നൊരു വിഷയം. ഇപ്പോൾ സിജിമോൾ സാക്ഷ്യം ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ റോഡിൽ നിന്ന് വലിയൊരു മഴവില്ല് റോഡിൽ നിന്ന് വളഞ്ഞ് ആകാശം പൊട്ട നിൽക്കും. അത് മഴവില്ലാണ് ശരിക്കും. അപ്പോൾ സിജിമോൾ ഉടനെ പറയണത്, എൻ്റെ ഉടമ്പടി കർത്താവ് സ്ഥിരീകരിച്ചെന്നാണ്. എന്താ കാര്യം? സിജിമോളോട് ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഡിസംബർ 30 എൻ്റെ ആങ്ങളുടെ കല്യാണം നടത്തണം. നിങ്ങൾ ഉടമ്പടിയുടെ റേഞ്ച് മനസ്സിലാക്കണം. ഉടമ്പടി അവളുടെ ഡേറ്റ് ഇട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 30 അമ്മ എൻ്റെ ആങ്ങളെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. എത്ര വർഷമായി? ഇപ്പോൾ 40 വയസ്സുണ്ടെന്ന് തോന്നുന്നു ആ കക്ഷിക്ക്. എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വേണ്ടെന്ന് പറഞ്ഞ് നടത്തിയത് കല്യാണം ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവൾക്കാണ് അയാളെ കെട്ടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത്. അവസാനം അയാൾക്ക് ആരും ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഉടമ്പടി ഇരിക്കുന്നത്. പക്ഷേ അമ്മയോട് പറഞ്ഞിരിക്കുന്ന ഡേറ്റാണ് ഡിസംബർ 30 എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം അമ്മേ. അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. ഇവൾ ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ കാർ ഇവിടുന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ മഴവില്ല് വീശി അടിച്ച് നിന്ന്. ഉടനെ അവൾ പറയുന്നുണ്ട്, ദേ മഴവില്ലേ. എന്താ മഴവില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മഴവില്ല് കാണുമ്പോൾ ലുക്ക 9 നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9:4 9:14 തോന്നണം. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 9:16. 16. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. അതായത് ഉടമ്പടിയെ, നിന്റെ ഉടമ്പടിയെ ഞാൻ ഓർത്തിട്ടുണ്ടെന്നാണ് പറയണത്. അത്രയും ക്ലിയറാണ്. അതായത് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത അടയാളങ്ങളാണ് ദൈവം കാണിക്കണത്. ഓക്കെ, അവൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ പറയണത് തേ മഴവില്ല് വീശി നിൽക്കണം. ഉടനെ ഉൽപ്പത്തി പുസ്തകത്തിലെ 9:14 വാഗ്ദാനമാണ്. എന്താണ്? ഞാൻ നിങ്ങളെ നശിപ്പിക്കത്തില്ല. മേഘങ്ങൾ മഴവില്ല് കാണുമ്പോൾ നിങ്ങളെ ഞാനുമായിട്ട് ചെയ്ത ഉടമ്പടി നീ ഓർക്കണം. പക്ഷെ ഇവിടെ കണ്ണ് നിറയണ ഒരു അവസ്ഥയുണ്ട്. ഈ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ ആങ്ങളോട് ഇവൾ ഉടമ്പടി ചെയ്ത കാര്യം പറയത്തില്ല. പക്ഷെ ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അളിയനെ ആങ്ങളെ വിളിക്കും, പിള്ളേ ഭർത്താവിന്, ആ അളിയ എനിക്ക് കല്യാണം കഴിക്കണം, നീ ഒരു പെണ്ണ് നോക്കാൻ പറയും. ഇതിൻ്റെ പൊക്ക് കണ്ട. എന്നിട്ട് പെണ്ണ് വീട്ടുകാരെ കല്യാണം ഫിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രോസസ്സ് മുന്നോട്ട് പോയിട്ട് കല്യാണം ഫിക്സ് ചെയ്യും. അത് പെണ്ണ് വീട്ടുകാരാണ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കല്യാണത്തെ ഡേറ്റ് നോക്കുമ്പോൾ ഡിസംബർ 30. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഡിസംബർ 30 അമ്മയോട് ഡേറ്റ് ഇട്ടുണ്ടെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 30 ഇത് നടത്തേണ്ടതെന്ന്. ഇതാണ് ടൈമെന്ന് പറയണത്. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകണം, കുറച്ചുകൂടി ആത്മബന്ധം ഉണ്ടാകണം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഉടമ്പടിയോട് കമ്മിറ്റഡ് ആകണം. അല്ലാതെ പകുതി ചെയ്തില്ല, പകുതി അടുത്ത ആഴ്ച ചെയ്യാം, ഉടമ്പടി പുതുക്കുമ്പോൾ ചെയ്യാം, ഇങ്ങനെ ഉടമ്പടി ചെയ്താൽ മൊത്തം ഉടമ്പടി ഉഴപ്പായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴും ഈശോ തന്ന നിർദ്ദേശം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത മക്കള് നിബന്ധനകള് പാലിക്കാനുള്ള വലിയ കൃപ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ദാനം ചെയ്യണമേ. സമയത്തെ ത്വരിതപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഹല്ലേലൂയ 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 വിവിധ രോഗാവസ്ഥകളിലൂടെ കടന്നുപോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായി ഓൺലൈനിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നവരും ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കർത്താവിനെ തന്നെ സൂക്ഷിച്ച് നോക്കുക. കർത്താവിനെ നോക്കുന്നവർ പ്രകാശത്തിലാകാം. വിശ്വാസത്തോടെ നോക്കുന്നവരെ അവരുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഇരുട്ട് തളം കെട്ടി നിൽക്കുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കൃപയുടെ പ്രകാശം വീശുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈശോയൊന്നും അസാധ്യമല്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവ്. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവ്. കർത്താവ്, ഇതിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥിക്കുഴകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസഭിത്തികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഹൃദയത്തിലെ, കരളിലെ, കിഡ്നികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, കിഡ്നി കല്ലുള്ളവരെ ഈ നിമിഷം പൊടിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്ന. കരളിനൊക്കെ സ്പർശിക്കണേ കർത്താവെ. ഈശോ, ട്യൂബുകളെല്ലാം ബ്ലോക്കായിരുന്നവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന. യേശുവേ, യേശുവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കളെയും സ്പർശിക്കണമേ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. Lord, in peace His Spirit, I command to you, in the name of Jesus Christ, be healed. കർത്താവ്, വാതരോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, ഹൃദയ രോഗങ്ങൾ, ഹൃദയത്തിന് വാൽവിന് ബ്ലോക്കുള്ളവര്, വാൽവ് ശ്വസിക്കുന്നവര്, കടുരോഗങ്ങൾ, കർത്താവ് ഫാറ്റ് ലിവർ ഉള്ളവര്, കർത്താവ് അവിടെ തൊട്ട് സ്പർശിക്കട്ടെ. ഈശോയെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവിക്കുറവുള്ളവര് യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. തൈറോയ്ഡ് രോഗികള്, ടോൺസൈറ്റ് രോഗികള്, കർത്താവെ തൊണ്ടയിൽ സ്പർശിക്കട്ടെ. സ്പോണ്ടിലോസിസ് അസുഖമുള്ളവര്, കർത്താവെ തൊണ്ടയിൽ സ്പർശിക്കണമേ. പിൻകഴുത്തിൽ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തില്. മാർഗരോഗങ്ങൾ, കർത്താവെ, സ്രാവ രോഗങ്ങള്, അറിയാതെ മരം പോകുന്നവര്, മൂത്രം പോകുന്നവര്, ഈശോയെ, ഗർഭം അലസിപ്പോകുന്നവര്, മക്കൾ ഇല്ലാത്തവര്, ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് കർത്താവ് സ്പർശിക്കട്ടെ. മക്കൾ ഇല്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ. പിസിഒഡി രോഗികള്, പിസ്റ്റുല രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ. ഇടുപ്പലിന് വേദനയുള്ളവര്, കശേരുകൾ വിട്ടുമാറുന്നവര് കർത്താവ് സ്പർശിക്കട്ടെ. യേശുവിന്റെ ശക്തി. ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഉറങ്ങാതെ നടക്കുന്നവര്, ഈ പ്രഷർ രോഗികളുടെ മേൽ കർത്താവിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ ശക്തി വെക്കട്ടെ. യേശുവിന്റെ ശക്തി വെക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മാർഗരോഗങ്ങള്, തിരവേദികള്, യേശുവിന്റെ നാമത്തിൽ കിടപ്പ് രോഗികള് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ,
സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടേ നിൽക്കുക. മക്കളെ, നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവരെ, വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവരെ, പണം കൊടുത്തു പക്ഷെ വിസ പ്രോസസ്സിങ് ആകുന്നില്ല, പിന്നെ പരീക്ഷ എഴുതുന്നവരെ, ബിടെക്കും PSCയും MOHും അതും IELTSഉം OETയും ഇങ്ങനെ പ്രൊഫഷണൽ പരീക്ഷ എഴുതുന്നവർ, MBBS MD എഞ്ചിനീയറിങ് അതിൻ്റെയൊക്കെ പരീക്ഷ എഴുതുന്നവർ, അതിൻ്റെ അഡ്മിഷന് വേണ്ടി ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ വിഷമിക്കുന്നവർ, എൻ്റെ ഒരു വർഷം കൂടി പോയില്ലെന്ന് ഓർത്ത് വിഷമിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. മുല കുടിക്കാത്ത കുഞ്ഞിനെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞിനെ അമ്മയും അതുപോലെ കുറേ പേരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സൂചനയാണ്. കുഞ്ഞ് കുടിക്കണില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ പേരിൽ അമ്മയും കുഞ്ഞും അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങളുണ്ട്. അവരെ സമർപ്പിക്കുന്നു. ഗർഭിണികൾ സമർപ്പിക്കുന്നു, മക്കളില്ലാത്തവർ സമർപ്പിക്കുന്നു. സാമ്പത്തികമായ വലിയ ബാധ്യതകളിൽ കഴിയുന്നവരെ വിൽക്കാനും കൊടുക്കാനും കൈമാറാനും ഒന്നുമില്ലാതെ കടം മാത്രമുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ, നീയാണ് വഴി, ഞങ്ങളുടെ ഉടമ്പടിയാണ് ഞങ്ങളുടെ ആസ്തി, നീ അവരെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിറ്റ് സ്ഥലങ്ങളും കെട്ടിടങ്ങളും വ്യവസായങ്ങളും വ്യാപാരങ്ങളും വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വരുന്നപ്പോൾ വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വന്നിട്ടും വിറ്റുമാറിയാൽ കൊള്ളാം അതിനുള്ള ചാൻസ് ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളെ, ഓരോരോ വ്യത്യസ്തങ്ങളായ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസംകാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പിലെപ്സി, ഹൈപ്പർ ആക്ടിവിറ്റി, അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ആ കുഞ്ഞുങ്ങളുടെ മേൽ തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ, ദൈവത്തിൻ്റെ ശക്തിയാണ് ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകുകയും സാന്ത്വനങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. I command you in the name of Jesus Christ to be healed. യേശുവേ നന്ദി. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അതായത് മനുഷ്യൻ്റെ വേറെ ചില തടസ്സങ്ങളുണ്ട്, അതിർത്തി തർക്കമുള്ളവർ. അതുകൊണ്ട് വേര് കെട്ടാൻ പറ്റണില്ല, മതിൽ കെട്ടാൻ പറ്റണില്ല, വഴി കിട്ടാത്തതിൻ്റെ കാരണം പുരയിടം വിൽക്കാനോ പൊറുക്കാനോ പറ്റണില്ല, ശുദ്ധ വെള്ളം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. കോടതിയിലും അതുപോലെ തന്നെ കേസ് എടുക്കണില്ല, അങ്ങനെ കേസ് എടുക്കാത്തവരുണ്ട്, ഭാഗ്യഉടമ്പടി നടക്കാത്തവരുണ്ട്, മക്കൾക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത, ജോലിയുമില്ല പൈസയും ഇല്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് കണ്ണീരോടെ ശ്രദ്ധിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തി, തെറ്റായ പ്രണയബന്ധങ്ങളെല്ലാം എല്ലാം അകപ്പെട്ടിരിക്കുന്നവരെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. രാജ്യം വിട്ടു പോയിട്ടുള്ളവരെ, ജയിലിൽ കിടക്കുന്നവരെ, അപ്പനെ അമ്മനെ വിളിക്കാത്തവരെ, ഫോൺ പോലും എടുക്കാത്തവരെ, അപ്പനമ്മയെ
തിരക്കാത്തവരെ, ഇങ്ങനെയുള്ള എല്ലാവിധ വൈകൃതങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം യേശുവിന്റെ നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. സദയം ഹല്ലേലൂയ. യേശുവേ നന്ദി. സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്തുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.